നമസ്കാരം. പ്രധാന വാർത്തകൾ. ഖലിസ്ഥാനി ഭീകരൻ ഹർദീപ് സിംഗ് നിജറിന്റെ കൊലയാളികൾ പിടിയിൽ. ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിനെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ 3 ഇന്ത്യക്കാരെ കാനഡയിൽ അറസ്റ്റ് ചെയ്തു. 3 പ്രതികൾ തങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. നിജാറിനെ വെടിവെച്ചയാൾ, ഡ്രൈവർ, നിജാറിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചയാൾ എന്നിവരാണ് അറസ്റ്റിലായതെന്ന് പോലീസ് പറഞ്ഞു. സ്റ്റുഡൻസ് വിസയിലാണ് 3 പ്രതികളും കാനഡയിലേക്ക് പ്രവേശിച്ചത്. ഇന്ത്യൻ ഇന്റലിജൻസിന്റെ നിർദ്ദേശപ്രകാരം ഇവർ നിജറിനെ കൊലപ്പെടുത്തിയെന്നും കാനഡ ആവർത്തിച്ചു. കഴിഞ്ഞ ജൂൺ 18-നാണ് കാനഡയിൽ വെച്ച് നിജാറിനെ വെടിവെച്ച് കൊന്നത്. കാനഡ US അതിർത്തിയിലെ സറയിൽ സിഖ് ഗുരുദ്വാരയ്ക്ക് പുറത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിലാണ് ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ തലവനായ നിജാറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. സുഹൃത്തിനെ ശല്യപ്പെടുത്തിയത് ചോദ്യം ചെയ്തു. സംഘർഷത്തിൽ 3 പേർക്ക് പരിക്ക്. യുവതിയെ ഫോണിലൂടെ ശല്യപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് പരിക്ക്. പുതിയ കടവ് മൻസിൽ PK മുഹമ്മദ് അൻസാർ, കല്ലുത്താൻ കടവ് സ്വദേശി ശ്യാം, മനു എന്നിവർക്കാണ് പരിക്കേറ്റത്. 3 സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോഴിക്കോട് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിന് സമീപത്തെ രാജാജി റോഡിലാണ് സംഭവം നടന്നത്. അൻസാറിന്റെയും ശ്യാമിന്റെയും സുഹൃത്തായ യുവതിയെ മനു ഫോണിൽ വിളിച്ച് അപമാനിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇരുവരും മനുവിനെ കണ്ട് കാര്യം അന്വേഷിച്ചതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിനിടെ മനു ഇരുവരെയും ബിയർ കുപ്പി കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. ശ്യാമിന്റെ കഴുത്തിന് ബിയർ കുപ്പി കൊണ്ട് കുത്തേറ്റു. അൻസാറിന് തലയ്ക്കാണ് പരിക്കേറ്റത്. അൻസാറിന്റെ പരാതിയിൽ കസബ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ദുർമന്ത്രവാദികളെന്നാരോപിച്ച് സ്ത്രീയെയും പുരുഷനെയും ജീവനോടെ കത്തിച്ചു കൊന്നു. 15 പേർ അറസ്റ്റിൽ. മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോലി ജില്ലയിലാണ് സംഭവം. മെയ് 1-ന് ഗ്രാമത്തിലെ ചിലർ ഒത്തുചേർന്ന് പഞ്ചായത്ത് വിളിക്കുകയും കൊല്ലപ്പെട്ട സ്ത്രീയും പുരുഷനും മന്ത്രവാദികളാണെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. 3.5 വയസ്സുള്ള ആരോഹി ബന്ധു തെലാമി എന്ന കുട്ടി മന്ത്രവാദം മൂലമാണ് മരിച്ചതെന്നായിരുന്നു ഗ്രാമവാസികളുടെ ആരോപണം. കുട്ടിയുടെ മരണത്തിൽ രോഷാകുലരായ ഗ്രാമവാസികൾ ഇവരെ പിടികൂടുകയും മർദ്ദിക്കുകയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയുമായിരുന്നു. 4 ദിവസം കേരളത്തിൽ ഇടിമിന്നലോടെ മഴ. ഇന്ന് 8 ജില്ലകളിൽ മഴ. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ അറിയിപ്പ്. മെയ് 4, 5, 6, 7 തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. അതേസമയം ഇന്ന് സംസ്ഥാനത്ത് 8 ജില്ലകളിൽ മഴ സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് മഴ സാധ്യതയുള്ളത്. 7-ാം തീയതി വയനാട് ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേയർ ആര്യ രാജേന്ദ്രനെതിരെ നിയമ നടപടിക്കൊരുങ്ങി യദു. മേയർ ആര്യ രാജേന്ദ്രനെതിരെ നിയമ നടപടിക്കൊരുങ്ങി KSRTC ഡ്രൈവർ യദു. മേയർക്കെതിരെ ഇന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി സമർപ്പിക്കും. പോലീസിന് പരാതി നൽകിയിട്ടും കേസെടുക്കാത്തതിന് പിന്നാലെയാണ് ഡ്രൈവർ യദു മേയർക്കെതിരെ നിയമ നടപടിക്ക് നീങ്ങുന്നത്. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി നൽകുന്നത്. അതേസമയം മേയർക്കെതിരായ ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ കന്റോൺമെന്റ് ACP പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.